എമ്പുരാൻ 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 L2 എമ്പുരാൻ എമ്പുരാൻ L2 ഒന്നും പറയണ്ട, കണ്ടിട്ട് പറയാം. നോർത്തേൺ ഇറാഖ്. ഈ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ ആ ഡയലോഗ് ഡെവിളോ ഈവിളോ പോസ്റ്ററിൽ വന്ന സീൻ. ഓ വണ്ടി, ഓ മോനെ കിട്ടില്ല ഫ്രെയിം അല്ലേ? അത് പൃഥ്വിരാജാണ് അല്ലേ? എല്ലായിടത്തും ഇലുമിനാറ്റി ആട്ടോ റെഫറൻസ്. ഇംഗ്ലീഷ് കാർ, ഹെലികോപ്റ്റർ, ചോദിച്ച ഹെലികോപ്റ്റർ. ഓ അവിടെയും ഇലുമിനാറ്റി. എന്താ ലുക്ക്, സാഗരയിലെ ചാക്കില സീൻ ഓർമ്മ വന്നില്ലേ? ലുക്ക് സുഭാസ്കരൻ കുറേശ്ശിനെ അടിക്കാൻ പോകട്ടോ അവര്. ഈ മ്യൂസിക് ഒരു ഡോട്ട് സാധനം എങ്ങണ്ണാ പോയിരുന്നേ. മോനെ ഇന്നലെ സ്റ്റോറി ഇട്ട സാധനം ഇത് എന്താ ഇത്? ഈ ഹൈപ്പിന്റെ ഒപ്പം നിൽക്കാന്നൊക്കെ കേട്ടിട്ടുള്ളേ, അതാണ് ഇതെന്തറിയോ? ഇത് നമുക്ക് ബാക്കി സിനിമകളെ പോലെയല്ല, ഹൈപ്പിനനുസരിച്ച് പ്രതീക്ഷിച്ചിട്ട് പോയിട്ട് ഒന്നും കിട്ടാത്ത പോലെയല്ല. ഓരോ സാധനം ഈ സിനിമേന്റെ പൃഥ്വിരാജ് ഡെലിവർ ചെയ്യുന്ന ക്വാളിറ്റി മാൻ, അതെന്താ പറയാ, അയാൾക്കുള്ള ഒരു സംഗതിയാണത്. അതായത് വിഷൻ ഡയറക്ടർ ആദ്യത്തെ സിനിമയേക്കാൾ കിടിലനായിരിക്കണം. ഇതൊരു ബാഗേജ് ആണ്. ആദ്യത്തെ സിനിമ ഇത്രയും വലിയ ഹിറ്റ്, സെക്കൻഡ് പാർട്ടിന് ഇത്രയും വെയിറ്റിംഗ്, ഇത് 1, 2 ഇനി 3 ഉണ്ട് എന്നുള്ളത് ഓൾറെഡി മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ സാധനം പുറത്ത് വിടുമ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് വിടണം, അത്ര ക്രിസ്പ് ആയിട്ട് വിടണം, അത്ര ക്വാളിറ്റിയിൽ വിടണം. ഈവൻ അങ്ങനെ ആ വണ്ടിക്കകത്തുനിന്ന് ഫോട്ടോ എടുത്ത് അയച്ചതിലടക്കം പല ഇലുമിനാറ്റി എലമെന്റ്സ് ഒളിപ്പിച്ച് വെച്ചിരുന്നു എന്നുള്ള ഡീകോഡിങ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ മോതിരം ഇത് ഈ സിനിമത്തിലിട് മറ്റേ കാർന്നൊരു സാധനം എടുത്ത് അയച്ചിരുന്നു, സ്റ്റോറി ഇട്ടിരുന്നു, ടീസർ കമ്മിങ് എന്ന് പറഞ്ഞിട്ട്. ഓരോ സാധനത്തിനും ഓരോത്തിനും ഓരോ കാരണം ഇങ്ങനെയിരിക്കും. അത് കൃത്യമായ ഡീറ്റെയിലിംഗ്. അത് മാത്രല്ല എല്ലാത്തിനും. ഇന്നിപ്പോ ഈ ടീസർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഡേറ്റ് എന്തുകൊണ്ട് വന്നു, എല്ലാ കാര്യങ്ങളും. ഇയാൾ ഈ മറ്റേ ഡൗൺ ടു എർത്ത് സാധനം മമ്മൂക്ക ലാസ്റ്റ് ടീസർ കണ്ടിട്ട് ഇത്ര ചെറിയ സിനിമ പൃഥ്വിരാജിനെ കൊണ്ട് എടുക്കാൻ ഏറ്റവും വലിയൊരു ചെറിയ സിനിമയാണ്. ഒരു രക്ഷയിലല്ലേ, ക്വാളിറ്റി ഉണ്ടല്ലോ, ഹോളിവുഡ് ലെവലിലെ ഇന്റർനാഷണൽ പാൻ ഇന്ത്യ കുറെ ഇതാണ്. ഇതൊക്കെയാണ് പാൻ ഇന്ത്യൻ, മനസ്സിലായോ? പാൻ ഇന്ത്യൻ സാധനം എന്ന് പറയുന്നത് ലാലേട്ടനെ ഒളിപ്പിച്ചു വെച്ചല്ലേ ടീച്ചറിനകത്ത്. അത്ര കാണിച്ചപ്പോ തന്നെ ആ ഒരു സംഗതി ഇല്ലേ, എന്താ പറയാ, എന്തോ ഒരു കത്തിയിട്ട് കുതിര പോണതല്ല. ലാലേട്ടൻ വരുമ്പോ തന്നെ ലാലേട്ടനെ കംപ്ലീറ്റ്ലി വിസിബിൾ അല്ല. ലാലേട്ടനെ ആദ്യം കാണിച്ചപ്പോ മറ്റേ ആ ഒരു പുകയല്ല, ഒരു ലെയറിനകത്താ കാണിച്ചത്. സെക്കൻഡ് ആ തോക്ക് സാധനം പിടിച്ച് കാണിച്ചപ്പോഴാണ് നമുക്ക് ആ ഒരു പവർ കാണിക്കാൻ മനസ്സിലായി. ഒരു പള്ളിന്റെ ഉള്ളിൽ നിന്ന് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ അടങ്കലിലെടുത്ത് നടത്തുന്നു എന്നുള്ളൊരു ലൂസിഫർ ഇന്ന് വാട്ടി സുറേഷി അബ്രം ഖുറേഷി യു വാണ്ട് ടു നോ ദാറ്റ്, മനസ്സിലായി എനിക്ക്. പിന്നെ ഇതിൽ പറഞ്ഞ ഡയലോഗുകളൊക്കെ മോസ്റ്റ്ലി ഫ്രം ആ സിനിമയിൽ നിന്നാണ്.
ലൂസിഫറിൽ അതൊക്കെ മനസ്സിലായല്ലോ. മറ്റേ ചെയ്തിട്ടാണ് രാവണൻ ഇബിലീസ് പറഞ്ഞ ഡയലോഗ്. ഒരു കാര്യം മനസ്സിലറിയോ, ആ പള്ളീന്റെ ഉള്ളിൽ നിന്ന് മോഹൻലാലിനെ വെടിവെക്കാൻ മറ്റേ ആൾക്കാർ വരുമ്പോ അവിടുന്ന് മുകളിൽ നിന്ന് പൃഥ്വിരാജ് വരുന്നുണ്ട് രക്ഷിക്കാൻ വേണ്ടിട്ട്. അല്ല അത് മാത്രമേ കഥ ഗസ്യാൻ പോയാൽ പലതും പറയാ. കാരണം ടോവിനോന്റെ പോസ്റ്റ് വന്നില്ലേ ടോവിനോന്റെ ബർത്ത്ഡേന്റെ സമയത്ത്, ഞാൻ നോക്കുമ്പോ ടോവിനോ ഇതിൽ വില്ലനായിട്ടാണോ തോന്നുന്നത്, എനിക്ക് അങ്ങനെ തോന്നി. ടോവിനോ നൃത്തവും നോട്ടവും കണ്ടപ്പോ അവൻ അച്ഛന്റെ ഫോട്ടോ അവിടെ, ടോവിനോ ബാക്കില്. ഞാൻ വിചാരിച്ചു എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ അങ്ങനെ ഗസ് ചെയ്തു. കാരണം ടോവിനോയ്ക്ക് ഒരു വില്ലത്തരം, കാരണം ഇതിലൊരു വില്ലൻ വേണല്ലോ. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാൻ പലതും അസ്യൂം ചെയ്യാം. നമുക്ക് പലതും ഇട്ട് തരുന്നുണ്ട് ഇവര്, രക്ഷയില്ല. വേറെ ലെവല് സാധനം. മോനെ അന്ന് ഞാൻ തിയേറ്ററിലുണ്ടല്ലോ, തലേ ദിവസം പോയിരിക്കും, എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും. ഉള്ളിന്റെ ഉള്ളിൽ പണ്ട് ചങ്ങലക്കിട്ട ലാലേട്ടൻ ഫാൻ, പക്ഷെ അത് കിടക്കുമ്പോഴും അപ്പുറത്ത് പൃഥ്വിരാജ്. അതെന്താ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും ഹൈപ്പ് തന്നാലും നമുക്ക് ഹൈപ്പ് തന്നാലും നമുക്ക് പറഞ്ഞേക്കോ, ഹൈപ്പ് തന്നാലും നമുക്ക് ഹൈപ്പിനനുസരിച്ചിട്ട് തന്നെ കിട്ടും ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വിശ്വാസമുള്ള കാര്യം. എനിക്കിഷ്ടം എനിക്കതിനെ മോഹൻലാൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് ടീസർ ലോഞ്ച്. ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ്. ഒന്നും മനപ്പൂർവ്വം ഇട്ടതാണല്ലേ. ഞങ്ങൾ അങ്ങനെയാണ്, രാജോട്ടൻ ഫാൻസ് അങ്ങനെയാണ്. അതായത് മറ്റേ ടീസറിന്റെ മറ്റേ ലോഞ്ചിൽ കണ്ടിട്ടുണ്ട്, അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. തീം അതാണ്. കമോൺ, ലാലേട്ടൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, പൃഥ്വിരാജ് ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. നമ്മളൊക്കെ ഒരു ബെൽറ്റാണ്. ഓക്കെ ഗൈസ്, ഇതിലും കണ്ടോ ഇതിലെ ലൂസിഫറിന്റെ എല്ല് ചുവന്ന കളറില്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടായിരുന്ന ഒരു എലമെന്റ് ദീപക് ദേവ് ആയിരുന്നു. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയാം. കാരണം ദീപക് ദേവ് ചെയ്യൂടെ എന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഓക്കെ സാധനം, പക്ഷെ അപ്ഡേറ്റ് ആയിട്ട് വരുമെന്നുള്ളത്. കാരണം അന്ന് ചെയ്ത ചോലില്ലല്ലോ, ഇന്ന് കളി മാറിയില്ലടി. മലയാളികൾ കേൾക്കുന്നതാ എത്രയൊക്കെ അനിരുദ്ധ്. പക്ഷെ അങ്ങനെ പറയട്ടെ, ഈ മെലഡിക്ക് ഒരു പ്രത്യേക രസമുണ്ട്. അതായത് ദീപക് ദേവ് എന്തിട്ടാലും അതിലൊരു മെലഡി രസം വരുന്നുണ്ട്. ഒരു സ്വാഗ് ഉണ്ട്. സ്വാഗ് അല്ല, ഒരു കൾട്ട് സാധനം ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. ആദ്യം ഇഷ്ടം, പിന്നെ അങ്ങനെ കേറുവാ സാധനം. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മെലഡി സാധനം അതിൽ വരാറുണ്ട്. പക്ഷെ അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ, ഒപ്പം പിടിച്ചിട്ടുണ്ട്. ഒന്നും പറയാല്ലേ, മാസ്റ്റർ മൈൻഡ്. അയാളെ കുറിച്ചൊന്നും എന്തായാലും 6 കൊല്ലം 19 ലൂസിഫർ ഇറങ്ങിയത്. 6 കൊല്ലോ 4 കൊല്ലോ 19 ഇതൊന്ന് കൊറോണയുടെ മുന്നെയാണ്. ഓർമ്മയില്ല, കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ഏറ്റവും കൂടുതൽ, നിങ്ങളൊക്കെ ലൂസിഫർ സിനിമ ചിലപ്പോൾ റീവാച്ച് ചെയ്യുന്നവരായിരിക്കാം. ഞാൻ കംപ്ലീറ്റ് സിനിമ റീവാച്ച് ചെയ്യുന്നില്ല. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമേന്റെ വിഷയം എവിടെ കിടക്കുന്ന അറിയും. ഞാൻ ആ സിനിമ 1-2 വട്ടം കംപ്ലീറ്റ് ഒന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടു. അതിനുശേഷം ഇങ്ങനെ OTT റിലീസും ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആകുമ്പോൾ ഞാൻ 2 വട്ടേ പിന്നെ അത് ഫോൺ സ്ക്രീനിൽ കണ്ടിട്ടു, ഫോണിന്റെ സ്ക്രീനിൽ കണ്ടു. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോഴും എടുത്തു കാണുന്ന ഒരൊറ്റ രംഗാണ് ആ സിനിമയിൽ. എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും. നിന്റെ തന്തയല്ല എന്റെ തന്ത. അതല്ല തന്തയ്ക്ക് വിളിയല്ല, അത് ഞാൻ നേരിട്ട് വിളിക്കലാണ്. ഞാനതൊന്നല്ല, ഞാൻ കാണുന്ന നിങ്ങൾ കാണുന്ന സീൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സീൻ, എനിക്ക് കാണാനുള്ള സീൻ എന്താ പറയാ, ഇന്ദ്രജിത്തിന്റെ ആ ഇൻട്രോ സാധനം ഉണ്ടല്ലോ പറയുന്നില്ല, മോഹൻലാലിനെ കുറിച്ചും ആ ഫാമിലിയെ കുറിച്ചും ആ സിറ്റുവേഷനെ കുറിച്ചും പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു സാധനം എടുത്തു വെച്ച് കാണുന്ന, ഇന്ദ്രജിത്തിന്റെ അടുത്ത് ആ റിപ്പോർട്ടർ എന്നിട്ട് ചോദിക്കും ഈ സ്റ്റീഫൻ നെടുമ്പള്ളിനെ കുറിച്ച് ചോദിക്കുമ്പോ അപ്പോഴും അയാൾ പറയും ആങ്കർ അല്ല, ഇതല്ല മറ്റേ ആളില്ലേ, ഷാജോണില്ലേ? ഷാജോണൊന്നും അല്ല, ഈ ഏത് ഈ ലൂസിഫറിനെയാണ് കണ്ടത്. ഏതാ ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞത് ചവിട്ടി പറഞ്ഞു നിങ്ങൾ കേട്ടാ മതി. അപ്പൊ അതില് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ആരും പറയുന്നുണ്ട്. നമ്മളെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പറയുന്നത് ആ 2 സാധനം എനിക്കത് ആ ഒരു പറച്ചിലൂടെ കിട്ടുന്ന ഒരു ഹൈപ്പില്ലേ, അത് ഇങ്ങനെ കാണണക്ക്. അതിന്റെ ലൂസിഫറിന്റെ ഒരു സംഗതി പറഞ്ഞു എവിടെയോ എത്തി. അപ്പൊ ഓക്കെ ഗൈസ്, പൊളിതാണ്. അതെ, അടിപൊളി സാധനം, നല്ല രസം. ലാലേട്ടനെ പ്രത്യേകിച്ച് പറയും വേണ്ട. മറ്റേ ബ്ലാക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ലാലേട്ടനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ താടിയിലൂടെ വെള്ള കളറൊക്കെ ഉണ്ടിട്ട് പിന്നെ പൃഥ്വിരാജ് രക്ഷകനായിട്ട് മറ്റേ ലാലേട്ടന്റെ കൂടെ. അതെ.